ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കുന്നത്. വഴുതനങ്ങ വെച്ചിട്ടാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ് വഴുതനങ്ങ. കൂടാതെ വളരെയധികം വൈറ്റമിൻ റിച്ചുമാണ് വഴുതനങ്ങ. ഇനിയിപ്പോൾ വഴുതനങ്ങയും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് ചെയ്യുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ ഇനി ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 3 വഴുതനങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വഴുതനങ്ങ നന്നാക്കിയിട്ട് കഴുകിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ചെറുതായിട്ട് തോരൻ്റെ പാകത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 3 വഴുതനങ്ങയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റുള്ള ചേരുവകൾ നോക്കാം. 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്. അത് വെള്ളപ്പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ തേങ്ങ ചിരവിയത് കാണാത്തത്. ഇപ്പോൾ ഇതാ നമ്മുടെ കോഴിമുട്ട ഉണ്ടല്ലോ, അത് നന്നായിട്ട് പുഴുങ്ങിയിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കോഴിമുട്ട ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് വലിയ ബ്ലേഡിലാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ടാണ് നമുക്കിത് ഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടുക. ഇപ്പോൾ ഇതാ മുട്ടയൊക്കെ ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. തോരൻ തയ്യാറാക്കുന്നതിന് നമുക്ക് ഒരു വെല്ലുള്ളി കൂടി വേണം. വെല്ലുള്ളി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് സാധാരണ വറവ് താളിച്ചെടുക്കുന്നത് പോലെ തന്നെ വറവ് താളിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമുക്ക് കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം എന്താ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വെല്ലുള്ളി ഇല്ലേ, അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പച്ചമുളക്, എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഞാനിപ്പം ഇവിടെ 3 വഴുതനങ്ങ എടുത്തിട്ടുള്ളൂ. നമ്മൾ എത്രത്തോളം ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കുക കേട്ടോ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ. ഇനി ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുക. നമ്മുടെ വലിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ബ്രിഞ്ചാളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. ഇത് സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ആവിയിൽ വെച്ചിട്ട് വേവിച്ചാലും മതി. പക്ഷേ ഞാനിപ്പോൾ ഇവിടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചിട്ട് ഈ വഴുതനങ്ങ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വഴുതനങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ മൂടി ഒന്ന് തുറക്കണം. നമ്മുടെ വഴുതനങ്ങയൊക്കെ ആവശ്യത്തിനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വഴുതനങ്ങയൊന്നും ജസ്റ്റ് ഒന്ന് വഴന്നിട്ട് വന്നാൽ മാത്രം മതി. ഇനി നമ്മളിത് അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് അതും കൂടി നമുക്ക് വഴുതനങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, ആ കോഴിമുട്ട കൂടി നമുക്കതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഉപ്പ് പോരായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് കൂടിയുണ്ട്. അത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി. വളരെ കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ബ്രിഞ്ചാളിൻ്റെ തോരൻ. വളരെ ഹെൽത്തിയാണ് കേട്ടോ. നമ്മുടെ ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ്, വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉപ്പേരി കൂടിയാണ് നമ്മുടെ ഈ ബ്രിഞ്ചാളിൻ്റെ തോരൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.